അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് കമല ഹാരിസും ഔദ്യോഗിക പേപ്പറിൽ ഒപ്പുവെച്ച വിവരം കമല തന്നെ എക്സിൽ കുറിച്ചു. ചരിത്രത്തിൽ ആദ്യമായി ഒരു ആഫ്രോ ഏഷ്യൻ വനിത യുഎസിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക്. ഇടതുനിരയോട് അനുഭാവം പുലർത്തുന്ന കമലയുടെ നിലപാടുകൾക്ക് അമേരിക്കൻ ജനതയുടെ പിന്തുണ എത്രത്തോളമെന്ന് നവംബറിൽ അറിയാം. തിരഞ്ഞെടുപ്പ് നടക്കാൻ 4 മാസം ബാക്കി നിൽക്കുകയായിരുന്നു ബൈഡന്റെ പിന്മാറ്റം. സ്ഥാനാർത്ഥിയായി കമല ഹാരിസിനെ നിർദ്ദേശിച്ചു. ഒപ്പം പൂർണ്ണ പിന്തുണയും നൽകി. പ്രസിഡൻഷ്യൽ സംവാദത്തിലെ ട്രംപിനെതിരെയുള്ള ബൈഡന്റെ മോശം പെർഫോമൻസ് ഏറെ വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു. തൊട്ടു പിന്നാലെ നാറ്റോ ഉച്ചകോടിയിലെ നാക്കുവീഴ കൂടിയായപ്പോൾ മുൻ പ്രസിഡന്റ് ഒബാമ അടക്കമുള്ളവർ രംഗത്തു വന്നു. മത്സര രംഗത്തു നിന്നും ബൈഡൻ പിന്മാറണമെന്ന ആവശ്യം ഉന്നയിച്ചു. പക്ഷേ ട്രംപിനെതിരെ വിജയിക്കാൻ തനിക്കാവുമെന്ന ആത്മവിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ബൈഡൻ. അതിനിടെയാണ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത്. സാഹചര്യം ട്രംപിന് അനുകൂലമായി. ബൈഡന്റെ സ്ഥാനാർത്ഥിത്വം ട്രംപിന്റെ വിജയ സാധ്യത കൂടുതൽ എളുപ്പമാക്കുമെന്ന് പരക്കെ അഭിപ്രായമുയർന്നു. പിന്നാലെ ബൈഡൻ തന്നെ തന്റെ പിന്മാറ്റം എക്സിലൂടെ അറിയിക്കുകയായിരുന്നു. മിഷേൽ ഒബാമ, JB പ്രിറ്റ്സ്കർ, ഗ്രച്ചൻ വെറ്റ്മർ, ജോർജ് ഷെപ്പേർഡോ തുടങ്ങിയവരുടെ പേരുകളും ഉയർന്നു കേട്ടിരുന്നെങ്കിലും കൂടുതൽ സാധ്യത കമലയ്ക്കായിരുന്നു. കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉയർന്നതിനു പിന്നാലെ റെക്കോർഡ് സംഭാവനയാണ് ഡെമോക്രാറ്റിന്റെ പാർട്ടി അക്കൗണ്ടിലേക്ക് ഒഴുകിയത്. ഒരു ദിവസം മാത്രം $241 ദശലക്ഷം. 24 മണിക്കൂറിനുള്ളിൽ യുഎസിന്റെ ചരിത്രത്തിലുടനീളം ലഭിച്ച ഏറ്റവും ഉയർന്ന സംഭാവന. ബൈഡൻ പിന്മാറിയ ശേഷം തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയുമായി വോട്ടർമാർക്കിടയിൽ നടത്തിയ റോയിറ്റേഴ്സ് ഇപ്സോസ് അഭിപ്രായ സർവേയിൽ ട്രംപിനേക്കാൾ നേരിയ മുൻതൂക്കം കമലയ്ക്കാണ്. സ്ഥാനാർത്ഥിയാകാൻ കമലയ്ക്ക് പാർട്ടി പ്രതിനിധികളുടെ പിന്തുണ കരസ്ഥമാക്കിയപ്പോഴും ഒബാമയുടെ മൗനം ഏറെ ചർച്ചയ്ക്കിടയാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം ബറാക് ഒബാമയും ഭാര്യ മിഷേൽ ഒബാമയും കമലയ്ക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്തെത്തി. വിജയത്തിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഉറപ്പു നൽകി. പിന്നാലെ അടുത്ത ദിവസം തന്നെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്ന രേഖകളിൽ കമല ഒപ്പുവെച്ചു. അടുത്ത മാസം നടക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് കൺവെൻഷനിൽ കമലയുടെ ഔദ്യോഗിക പ്രഖ്യാപനം നടക്കും. കമലയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായതിനു പിന്നാലെ റിപ്പബ്ലിക്കൻ ക്യാമ്പും തങ്ങളുടെ അടവു നയങ്ങൾ കമലയ്ക്ക് നേരെ അയക്കാൻ തുടങ്ങി. ഭരിക്കാൻ യോഗ്യയല്ല, തീവ്ര ഇടതുപക്ഷക്കാരിയാണ്, കമല ഹാരിസ് രാജ്യത്തെ നശിപ്പിക്കും എന്നൊക്കെയാണ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന വിമർശനം.